വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വർണ്ണശബളമായ ഒരു കമ്പോളം. കൊതുമ്പ് വള്ളത്തിൽ നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തും വാങ്ങാം. തട്ടുകട പലഹാരം മുതൽ പഞ്ചനക്ഷത്ര വിഭവങ്ങൾ വരെ നൗകയിൽ തയ്യാർ. തോടും കനാലും കായൽ കൈവഴികളും നിറഞ്ഞ ഈ പ്രദേശത്തിന്റെ കെട്ടും മട്ടും കണ്ടാൽ കുട്ടനാടാണ് എന്ന് തോന്നും. എന്നാൽ കുട്ടനാട്ടിൽ നിന്ന് 5700 കിലോമീറ്ററിലധികം അകലെ തായ്ലൻഡിലെ ബാങ്കോക്കിന് സമീപമുള്ള ലോകപ്രശസ്തമായ ഡാം നിയോൺ സാഥിയാക് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണിത്. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം വെള്ളവും വള്ളവും മാത്രം. ഇടുങ്ങിയ കനാലുകൾ, കനാൽ കൈവഴികൾ, തോടുകൾ, ഇവയിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞുപോകുന്ന ചെറുവള്ളങ്ങൾ. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് 100 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള റാറ്റ്ചാബുരി പ്രവിശ്യയിലെ ഡാം നിയോൺ സാഥിയാക് ജില്ലയിലാണ് ജലയാനങ്ങളുടെ പൂരപ്പാടമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. തായ്ലൻഡിലെ രാമരാജാവ് 4-ാമന്റെ കാലത്ത് 1866 മുതൽ 2 വർഷം കൊണ്ടാണ് ഡാം നിയോൺ സാഥിയാക് കനാൽ നിർമ്മിച്ചത്. മേക്കോങ്, താച്ചിൻ എന്നീ നദികളെ ബന്ധിപ്പിക്കാനായി നിർമ്മിച്ച 32 കിലോമീറ്റർ കനാൽ പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റായി മാറുകയായിരുന്നു. തുടർന്ന് ഗ്രാമീണർ 200 അനുബന്ധ കനാൽ കൈവഴികൾ കൂടി നിർമ്മിച്ചതോടെ കമ്പോളം വിപുലമായി. കനാൽ കുരുക്കുവഴികളിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നതുപോലെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. തായ്ലൻഡിലെ കർഷകരുടെ പരമ്പരാഗത വേഷമായ മോഹോം ധരിച്ച സ്ത്രീകളാണ് വള്ളക്കച്ചവടക്കാർ. സാമ്പൻ എന്ന തടിവെള്ളം തുഴഞ്ഞാണ് വണിക്കുകൾ എത്തുക. അവിടെ എന്തും ലഭ്യമാണ്. ഡാം നിയോൺ സാഥിയാക് ജലപാതയിലൂടെ ചുറ്റിയാൽ തായ്ലൻഡ് ഗ്രാമങ്ങളുടെ ഭംഗി അടുത്ത് കാണാം. വാറ്റ് ഡാം നിയോൺ ബുദ്ധക്ഷേത്രം കനാലിനരികിലാണ്. ഇരുകരകളിലും വെള്ളത്തിലേക്ക് കാലൂന്നി കടകളുണ്ട്. സോപ്പ്, ചീപ്പ്, കണ്ണാടി മുതൽ കൗതുക വസ്തുക്കൾ വരെ എന്തും അവിടെ കിട്ടും. തോട്ടിനോരത്ത് തോണി നിർത്തി ഷോപ്പിംഗുമാകാം. വിലപേശാൻ അറിയില്ലെങ്കിൽ ടൂറിസ്റ്റ് ട്രാപ്പിൽ കുടുങ്ങിയത് തന്നെ. ഓളപ്പരപ്പിലെ നിറങ്ങളുടെ നൃത്തവും മണവും രുചിയും കൺനിറയെ കാഴ്ചകളും ഡാം നിയോൺ സാഥിയാക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ ലോകപ്രശസ്തമാക്കുന്നു.